ഇതില്ലേ റെഡി? നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകളാണ് ഇതൊക്കെ. നമ്മൾ ആദ്യം തന്നെ തിയറി എടുത്താൽ അതിനൊരു പഞ്ച് കിട്ടാത്തതുകൊണ്ടാണ് എന്ത് ചെയ്ത് കുറച്ച് പ്രോബ്ലമൊക്കെ കഴിഞ്ഞ് ഏകദേശം കുറേ ടേംസൊക്കെ പരിചയപ്പെട്ട് കോച്ചിങ് എന്താണെന്നൊക്കെ ബേസിക്കലി കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വളരെ രസകരമായിട്ട് കുറച്ച് തിയറീസ് നോക്കാം. ഇതിൽ മെജോറിറ്റി നമ്മൾ എന്ത് ചെയ്യണം, ഓൾറെഡി ഇപ്പോൾ എഴുതിയ തിയറികൾ തന്നെയാണ് ഉള്ളത്. നമുക്ക് എന്തായാലും ആ ടോപ്പിക്കുകളൊന്ന് വായിക്കാം. ഫസ്റ്റ് ഇവല്യൂഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് എങ്ങനെ ഉണ്ടായി, പിന്നെ കോസ്റ്റിംഗ്, കോസ്റ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടൻസി, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ചിലതൊക്കെ എന്ത് ചെയ്യാണ്, എഴുതിയതുമാണ്. അടുത്ത ഒബ്ജക്റ്റീവ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്, സിമ്പിൾ പോയിന്റുകളാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസം, പിന്നെ എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഞാൻ പറഞ്ഞിരുന്നു കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും പറയുമ്പോൾ ഒരു പോയിൻ്റ് എന്താ, എക്സ്റ്റൻഷൻ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഈസ് ദ എക്സ്റ്റൻഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. യെസ്, ഗ്രേറ്റ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഇമ്പോർട്ടൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്, സ്കോപ്പ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്, അഡ്വാൻറ്റേജ്. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ പറയാൻ ഡീറ്റെയിൽ ആയിട്ട്. കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് എയ്ഡ് ടു മാനേജ്മെൻറ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഐഡിയൽ കോസ്റ്റിംഗ് സിസ്റ്റം, ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്, മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്. ക്ലാസിഫിക്കേഷനിൽ ഒരു സാധനം നമ്മൾ പറഞ്ഞതാ, മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ്. മെത്തേഡ് ഏതൊക്കെയായിരുന്നു ഓർക്കണ്ട, ജോബ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ആൻഡ് യൂണിറ്റ് കോസ്റ്റിംഗ്. ടെക്നിക്സുകൾ, പ്രധാനപ്പെട്ട ടെക്നിക്സുകൾ നമ്മൾ പറഞ്ഞു, സ്റ്റാൻഡേർഡ്, മാർജിനൽ, ബഡ്ജറ്റിംഗ്. അല്ലാതെ കുറച്ച് ഡയറക്റ്റ് കോസ്റ്റിംഗ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്ന് രണ്ട് കൂടെ ഉണ്ട്. പക്ഷെ നമ്മൾ ആ മൂന്നെണ്ണം മാത്രം ഹൈലൈറ്റ് ചെയ്യാൻ കാരണം അതാണ് മെയിൻ പ്രോബ്ലം ഏരിയ. ഓക്കെ, കോസ്റ്റ് യൂണിറ്റ് എന്താ, കോസ്റ്റ് സെൻറ്റർ എന്താ, കോസ്റ്റ് ഒബ്ജക്റ്റ് എന്താ, വളരെ സിമ്പിൾ സാധനമാണ്, പറയാം. കോസ്റ്റ് റിഡക്ഷനും കൺട്രോളാണ്, എലമെൻറ്റ് ഓഫ് കോസ്റ്റ്. പിന്നെ ഏതാണ്, കോസ്റ്റ് ഷീറ്റ്. അതിൽ കോസ്റ്റ് ഷീറ്റ് എന്നുള്ള ലാസ്റ്റ് ടോപ്പിക് ഈസ് ഓവർ. ഓക്കെ, നമ്മൾ പറഞ്ഞു നിങ്ങൾ ചെയ്ത് ടെക്സ്റ്റ് ബുക്സ് ഫൗണ്ടേഷൻ്റെ ക്വസ്റ്റ്യനാണ് നമ്മൾ ലാസ്റ്റ് കുറച്ച് ചെയ്ത്. അതിന് മുൻപ് കുറച്ച് ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് ചെയ്ത്, ഇൻ്ററിലെ ബേസിക് ക്വസ്റ്റ്യൻസ്, ഹെവി ഒന്നെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇനി എങ്ങനെ കോസ്റ്റ് അക്കൗണ്ടിങ് ഇവല്യൂഷൻ ഉണ്ടായി എന്നുള്ള. ഈ കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ടാവണമെങ്കിൽ ആദ്യം എന്ത് വേണം, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വേണം, വേണ്ടേ? അപ്പോൾ നിങ്ങൾക്ക് സെയിൽസ് എവിടെ നിന്ന് കിട്ടിയ ഒരു ബിസിനസ്സിൽ ഇങ്ങനെയാവും ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവുക. ഇത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇതേത് അക്കൗണ്ടിങ്ങാണ്, കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ്. മിക്കവാറും കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവർക്ക് ഒന്നായിരിക്കും ഉണ്ടാവുക. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അവരുടെ ജേണൽ ലെഡ്ജർ, ഫൈനൽ അക്കൗണ്ടൊക്കെ ചെയ്ത് വെച്ച് ഞാൻ ഡീറ്റെയിൽസ് എടുത്തിട്ടാണ് ആര് കളിക്കുക, കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് കളിക്കുക. അപ്പോൾ ആദ്യം ഏതിൻ്റെ ഒറിജിൻ നിർബന്ധമാണ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അതാണ് ആദ്യം പറയുന്നത്. 1494 ലൂക്ക പാസിയോളി എന്ന ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യൻ, അയാളാണ് നമ്മുടെ ഫാദർ ഓഫ് അക്കൗണ്ടിങ് ആയി അറിയപ്പെടുന്നത്. അയാളാണ് ഏത് കോൺസെപ്റ്റ് കൊണ്ടുവന്നത്, ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ. പിന്നെ ദി ഇമ്പോർട്ടൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ബിക്കം ഡ്യൂറിങ് ദ ഫസ്റ്റ് അക്കൗണ്ടിങ് ബിക്കം പോപ്പുലർ. വേണമെങ്കിൽ അങ്ങനെ എഴുതിക്കും, ഒരു ഇൻകംപ്ലീറ്റാണ്, പോപ്പുലർ. ദി ഇമ്പോർട്ടൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ബിക്കം പോപ്പുലർ ഡ്യൂറിങ് ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വേൾഡ് വാർ. എന്താ അങ്ങനെ? ഈ വേൾഡ് വാർ വന്നപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആയുധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം കൈമാറാൻ തുടങ്ങിയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആയുധത്തിനൊരു കോസ്റ്റും അതിൻ്റെ കൂടെ ഒരു പ്രോഫിറ്റ് ആഡ് ചെയ്തൊരു സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടി വന്നില്ലേ. അപ്പോൾ വളരെ പോപ്പുലറായിട്ടുള്ള സമയം ഏതാണ്, അതാണ് വേൾഡ് വാറാണ് എന്ത് ചെയ്യുന്നത്, ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് എത്രമേൽ ഫേമസ് അല്ലെങ്കിൽ പോപ്പുലറാക്കാൻ കാരണം. ഇനി ഇന്ത്യയിൽ പ്രയർ ടു ഇൻഡിപെൻഡൻസ് 1949 മുൻപേയും ഇവിടെ കോസ്റ്റ് അക്കൗണ്ടന്മാരുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് ശ്രദ്ധിക്കണം, 1959 ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നത്, CMAയുടെ. അതിൻ്റെ പേര് ICWA എന്നായിരുന്നു. എന്താ ഫുൾ ഫോം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. ക്ലിയർ അല്ലേ? സ്വാതന്ത്ര്യം ലഭിച്ചതെന്നാ 1949 അല്ലേ? സോറി, തെറ്റിപ്പോയി, 47. 49 എന്താണെന്നറിയോ? അതന്നെ ഭരണഘടന ഉണ്ടാവും. പിന്നെ ICA ഇല്ലേ, ഏത്, സിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ ഒന്നാണ് 1949.
അപ്പോൾ 1947 നമുക്ക് ഇൻഡിപെൻഡൻസ് ആയി. അപ്പോൾ അന്ന് CMAയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈ 1947 മുൻപേയും എന്തുണ്ടത്രേ CMAക്കാരുണ്ട് എന്ന് പറയുമ്പോൾ അതെവിടുത്തെ CMAക്കാരാണെന്നറിയോ? CIMA ലണ്ടൻ. CIMA ലണ്ടൻ എന്ന് പറയുമ്പോൾ ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്. എന്താണ്? ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്. ഇതാണ് വേൾഡിലെ ഏറ്റവും ലാർജസ്റ്റ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ബോഡി. ഓക്കെ ആണോ? ക്ലിയർ? പിന്നെ സെക്കൻഡ് വേൾഡ് വാറിൽ മെമ്പർ ഓഫ് ഡിഫൻസ് സർവീസ് അഥവാ എവിടുത്തെ ഇന്ത്യയുടെ ഇനിഷ്യേറ്റ് ചെയ്തിട്ട് ഒരു ബോഡി ഉണ്ടാക്കി. അതാണ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ബോഡി. ഈ ICW ശരിക്കും വന്നത് 1944 പോലും ഓക്കെ അല്ലേ? ഇത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് വന്നത് എന്നാണ് പാർലമെൻറ്റിൽ 1959. അപ്പോൾ 1944 മുതലേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഓക്കെ അല്ലേ? അത് കുറച്ച് ഡിഫൻസിലെ കുറച്ച് ആളുകൾ തുടങ്ങിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. അതിനൊരു പവർഫുൾ ബോഡി ആയിട്ട് വന്നത് എങ്ങനെയാണ്? പാർലമെൻറ്റിൽ എന്ത് ചെയ്യാണ്? ഒരു ആക്റ്റായിട്ട് വരുമ്പോഴല്ലേ അല്ലേ? ഓക്കെ. അതാണ് ഇതിന് ഇത്രമേൽ എന്ത് വരാൻ സ്കോപ്പ് വരാനുള്ള ഒരു കാരണം. ഒരു യൂണിവേഴ്സിറ്റി അല്ല എന്ത് ചെയ്യുന്നത് ICWA CMAയുടെ റൂൾ ചെയ്യുന്നത്. ആരാണ്? പാർലമെൻറ്റ് അതോ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി. സെൻട്രൽ ഗവൺമെൻറ് എന്ന് തന്നെ പറയാം. 2012 നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് എന്ത് ചെയ്ത് മാറി? എന്താക്കി? ICAI എന്നാക്കി. ഓക്കെ അല്ലേ? കഴിഞ്ഞിട്ടില്ല, ഇനി ഇതിലൊന്നുകൂടെ എഴുതാണ്ട്. 2023 ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് വീണ്ടും മാറി ICMAI എന്നാക്കി. എഴുതി വെച്ചാൽ യെസ്. ICMAI MAI ഉണ്ട്. സോറി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇതാണ് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഇവല്യൂഷൻ എന്നൊക്കെ പറയുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ റെഗുലേറ്റ് ചെയ്യുക, അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത് നമ്മുടെ ഇന്ത്യയുടെ. ഇനി നമുക്ക് അടുത്ത ടേമുകളാണ്. നമ്മളിത് കുറച്ചൊക്കെ പഠിച്ചാണ്. കോസ്റ്റ് എന്താ കോസ്റ്റ്? പറയും എക്സ്പെൻസ് ഇൻകേർഡ് ടു പ്രൊഡ്യൂസ് എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്. അടുത്ത ടേം എന്താ? കോസ്റ്റിംഗ്. പിന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടൻസി ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഒക്കെ പറയാം. കോസ്റ്റിനെ കുറിച്ച് പറയണം. കോസ്റ്റ് പറയുമ്പോൾ എക്സ്പെൻസ്, ലോസ്, പിന്നെ അസറ്റ്, ഇതൊക്കെ കോസ്റ്റിൽ വരും. എന്താ അങ്ങനെ പറയാൻ കാരണം? റെൻറ്റ്, ഡിപ്രീസിയേഷൻ ഓൺ മിഷനറി, ഇതൊക്കെ നമുക്ക് അറിയുന്നതല്ലേ, എക്സ്പെൻസുകളല്ലേ. ലോസും വരും. ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റും പിന്നെ ലോസ് ഓഫ് ഗുഡ്സ് ബൈ ഫയർ, ഇതൊക്കെ എന്താണ്? കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? വരും. പക്ഷെ ഇതിലെല്ലാം എടുക്കണമെന്നില്ല കോസ്റ്റ് ഷീറ്റിൽ. ദെൻ അൺഎക്സ്പെയർഡ് കോസ്റ്റാണ്. എന്താ അൺഎക്സ്പെയർഡ് കോസ്റ്റ്? അസറ്റിനെ പറയുന്നൊരു പേരാണ്. ഇത് സൂപ്പർ സാധനം. ഓക്കെ അല്ലേ? അസറ്റിന് പറയുന്നൊരു പേരാണിത് അൺഎക്സ്പെയർഡ് കോസ്റ്റ്. എന്താ അങ്ങനെ പറയാം? അസറ്റ് എക്സ്പയർ ആവും. അസറ്റ് എക്സ്പയർ ആയാലും അതിന് പറയുന്ന പേരാണെന്ത്? ഡിപ്രീസിയേഷൻ. ഓക്കെ അല്ലേ? 10 കൊല്ലത്തേക്കുള്ള ഒരു ഫർണിച്ചറാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഡെസ്കും ബെഞ്ചും എന്ന് വിചാരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ആ കോസ്റ്റ് എന്താണ്? കോസ്റ്റാണത്. പക്ഷെ എന്താണ്? അൺഎക്സ്പെയർഡാണ്. അത് ഭാവിയിൽ കോസ്റ്റ് ആവൂലേ? മനസ്സിലായ? ഓക്കെ അല്ലേ? ഡിപ്രീസിയേഷൻ ആയാലും അപ്പം എന്ത് പറയും? എക്സ്പെയർഡ് കോസ്റ്റ്. അല്ലാത്തതിന് എന്ത് പറയും? അപ്പോൾ അസറ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്? അൺഎക്സ്പെയർഡ് കോസ്റ്റ്. അഥവാ അതിനൊരു എക്സ്പയറി ഉണ്ട്, അന്നത് എന്തായി മാറും? കോസ്റ്റായി മാറും. അസറ്റ് വിച്ച് ഹാവ് നോട്ട് ബീൻ കൺസ്യൂംഡ് ഡ്യൂറിങ് ദ കറണ്ട് അക്കൗണ്ടിങ് ഇയർ. നിങ്ങളൊരു അസറ്റ് മേടിച്ച് അക്കൊല്ലം തന്നെ മൊത്തമായിട്ട് ഉപയോഗിച്ചിട്ട് പിന്നെ തൂരിക്ക് കളയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? അത് എക്സ്പയർഡ് എന്ന് എന്ത് ചെയ്യാൻ പറയാൻ പറ്റും. ഓക്കെ, എന്ന് വെച്ചാൽ
ഓക്കെ. അപ്പോൾ ഇതാണ് സംഭവം. അൺഎക്സ്പയർഡ് ഏതാണ് കോസ്റ്റ്. അപ്പോൾ ഇപ്പം എന്തായിട്ടില്ല, അത് എക്സ്പയർ ആയിട്ടില്ല ആവും. അപ്പോൾ ഇതിന് നമുക്ക് അസറ്റിന് നമുക്ക് എന്തെന്ന് വിളിക്കാം, കോസ്റ്റ് എന്ന് വിളിക്കാം. പക്ഷേ ഏത് കോസ്റ്റാണത്? അൺഎക്സ്പയർഡ് കോസ്റ്റ്. അത്രേ ഉള്ളൂ. വളരെ മൈന്യൂട്ടായിട്ടുള്ള രസകരമായൊരു സാധനം. അടുത്ത ഏതിനെ കുറിച്ചാണ്? കോസ്റ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് എന്താണ്? അസർടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് അല്ലേ? യെസ്. അതിൽ സിമ ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ട് ലണ്ടൻ അവർ ഡിഫൈൻ ചെയ്ത ടെക്നിക്സ് ആൻഡ് പ്രോസസ് ഓഫ് അസർടൈനിങ് കോസ്റ്റ്. കോസ്റ്റ് അസർടൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്സിനെയാണ് എന്ത് പറയുന്നത്? ദാറ്റ് മീൻസ് അസർടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റ് ബൈ യൂസിങ് ഡിഫറെൻറ്റ് മെത്തേഡ്. കണ്ടാ, യൂസിങ് ഡിഫറെൻറ്റ് മെത്തേഡ് സച്ച് ആസ് ജോബ് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, പിന്നെ ഏതാ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്, യൂണിറ്റ് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ് അല്ലേ, ബാച്ച് കോസ്റ്റിംഗ്, ഇതൊക്കെയാണ്. അടുത്ത ടേം ഏതാണ്? കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. എന്താ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ഓഫ് കോസ്റ്റ് വിച്ച് ബീയിങ് ഇൻക്വയറൻസ് ഓഫ് കോസ്റ്റ് ആൻഡ് എൻഡ് ദ കൺട്രോൾ ഓഫ് കോസ്റ്റ്. കോസ്റ്റ് ഇൻക്വയർ ചെയ്താൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്സുകളാണ് ഏതൊക്കെയാണ്? മാർജിനൽ, സ്റ്റാൻഡേർഡ്, ബഡ്ജറ്റിംഗ് അല്ലേ? ഇതും നമ്മൾ പഠിച്ചല്ലേ. ഇനി എൻ്റയർ സബ്ജക്റ്റിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് വിളിക്കാം. ക്ലിയർ അല്ലേ? ഇതിലെ ഓരോന്ന് പറയുമ്പോഴും ഓരോന്ന് കണക്റ്റഡാണ്. കാരണം കോസ്റ്റ് എന്താണെന്ന് അറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കോസ്റ്റിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കോസ്റ്റ് അറിയണ്ടേ? ഈ കോസ്റ്റ് ടോട്ടൽ കോസ്റ്റ് എത്രയെന്ന് അസർട്ടൈൻ ചെയ്താലേ അതിനെ കോസ്റ്റിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? മൊത്തത്തിൽ ഉള്ള സബ്ജക്റ്റിനെ പറയുന്ന പേരാണെന്ത്? ഓക്കെ അല്ലേ? അതെന്താ? അപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റിംഗ്, പിന്നെന്താ? കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ, മെത്തേഡ് ആൻഡ് ടെക്നിക്സ് ടു സയൻസ്, ആർട്ട് ആൻഡ് സെറ്റിൽമെൻറ്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി. ഇറ്റ് ഇൻക്ലൂഡിങ് ദ പ്രസൻറ്റേഷൻ ഓഫ് ഇൻഫർമേഷൻ ഫോർ ദ പർപ്പസ് ഓഫ് മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് വരെ എന്ന് പറയുമ്പോൾ ഒക്കെ കൂടെ ഒരുമിച്ചാൽ ഏതായി? ഇതായി. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ ഇന്നലെ പറഞ്ഞുള്ളതാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, കോസ്റ്റ് അക്കൗണ്ടൻസി ഈസ് ഈക്വൽ ടു ഏതാണ്? കോസ്റ്റും കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഒക്കെ കോസ്റ്റിങ്ങും ഒക്കെ കൂടെ ഒരുമിച്ചാൽ. ഒബ്ജക്റ്റീവ് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ്, പറയട്ടെ. ഒബ്ജക്റ്റീവ് ഒന്ന് ഏതാണ്? ഒരു കോസ്റ്റ് ഷീറ്റ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഇപ്പോൾ കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്ത്? കോസ്റ്റ് അസർട്ടൈൻ ചെയ്ത്, പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്ത്, ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് എന്ത് കിട്ടി? സെല്ലിംഗ് പ്രൈസ് കിട്ടി. പിന്നെ നമ്മൾ പറഞ്ഞതാണ് എപ്പോഴും ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മറ്റൊരു പർപ്പസ്. പിന്നെ കോസ്റ്റ് എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. ഇതാണ് ഒബ്ജക്റ്റീവ്. ഓക്കെ അല്ലേ? CA ഇൻ്റർവ്യൂ ചോദിച്ച 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. വാട്ട് ആർ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്? മുകളിലത്തെ പോയിന്റില്ലേ? വാട്ട് ആർ കോസ്റ്റ് അക്കൗണ്ടിങ് എന്നിവമാർ ദ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ്. ക്ലിയർ? അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടാവില്ല, നമുക്ക് MCQ പാറ്റേൺ ആണ്, എന്തായാലും മനസ്സിലാക്കാം. അടുത്ത വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്, കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും. ഓക്കെ അല്ലേ? എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്? വളരെ സിമ്പിളായിട്ട് വായിച്ചു കൊടുക്കാം. ഏതാ? പ്രൊവൈഡ് ഇൻഫർമേഷൻ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഓർ ഫിനാൻഷ്യൽ പെർഫോമൻസ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഒന്നുമില്ല. ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെ അളക്കുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് കിട്ടും. ഫിനാൻഷ്യൽ പൊസിഷൻ എവിടെ നിന്ന് കിട്ടും? ബാലൻസ് ഷീറ്റ്. സിമ്പിൾ. അപ്പോൾ P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പർപ്പസ്. ഏതിൻ്റെ? ഫിനാൻഷ്യൽ, അതിൻ്റെ ഒബ്ജക്റ്റീവ്. അടുത്തേതാ? കോസ്റ്റ് അക്കൗണ്ടിങ് അസർടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ടു കൺട്രോൾ കോസ്റ്റ് ആൻഡ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ്. ആദ്യം കോസ്റ്റ് അസർടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. കൺട്രോൾ ഓഫ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോസ്റ്റ് അക്കൗണ്ടിങ്. പിന്നെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഇൻഫർമേഷൻ കൊടുത്താൽ അതിനെന്തായി? കോസ്റ്റ് അക്കൗണ്ടൻസി എന്നായി. സിമ്പിൾ.
ഇനി ഓവറോൾ പ്രോഫിറ്റാണ് ഇവരെ അറിയുക. ഇവിടെ ഏതാണ്? പ്രൊഡക്റ്റ് വൈസ് പ്രോഫിറ്റാണ്. അത് ഞാൻ പറഞ്ഞുതരാം. ഒരു കമ്പനി ഏതാ? ITC. അവർക്ക് 5 പ്രൊഡക്റ്റുകളുണ്ട്. പെന്ന്, പെൻസിൽ, മാർക്കർ, ഹൈലൈറ്റർ, അങ്ങനെ 5 ഉണ്ട് സ്കെയിലൊക്കെ കൂടിയിട്ട്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ അവരെന്ത് പ്രിപ്പയർ ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് അവർക്കൊരു പ്രോഫിറ്റ് കിട്ടും, മേ ബി ഒരു 100 ലാക്കാന്ന് വിചാരിക്കുക. ഇത് ഏത് പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടിയുള്ളതാണ്? ഈ 5 പ്രൊഡക്റ്റിൽ നിന്ന് ABCDE അങ്ങനെ ഈ 5 പ്രൊഡക്റ്റിൽ നിന്നും കിട്ടിയ ടോട്ടൽ പ്രോഫിറ്റാണ് എത്ര? 100 ലക്ഷം. ഓക്കെയാണോ? ഓരോ പ്രൊഡക്റ്റിൻ്റെയും പ്രോഫിറ്റ് അറിയാൻ എപ്പോൾ പറ്റൂല? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പറ്റുമോ? പെൻസിലിന് ഒരു P&L അക്കൗണ്ട്, അതേപോലെ തന്നെ സ്കെയിലിന് മറ്റൊരു P&L അക്കൗണ്ട്, അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? നെവർ, ഇമ്പോസിബിൾ. പക്ഷേ എവിടെ പറ്റും? കോസ്റ്റിങ്ങിൽ പറ്റും. കോസ്റ്റിങ്ങിൽ നിങ്ങൾക്ക് 5 പ്രൊഡക്റ്റുകൾക്ക് എന്ത് ചെയ്യാം? വേറെ വേറെ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ കോസ്റ്റ് ഷീറ്റ് ഓഫ് ഏതാ? A, കോസ്റ്റ് ഷീറ്റ് ഓഫ് B, അങ്ങനെ ഓരോന്നിൻ്റെയും പ്രോഫിറ്റ് കണ്ടെത്താൻ പറ്റും. എവിടെ? കോസ്റ്റിങ്. മനസ്സിലായ? അതാണ് ഇവിടെ പറയുന്നത്. എന്നാണ് ഓവറോൾ പ്രോഫിറ്റ്, മറ്റേതാ? പ്രൊഡക്റ്റ് വൈസ് പ്രോഫിറ്റ്. അവിടുത്തെ ഡിസിഷൻ മേക്കിംഗ് അത്ര ലിമിറ്റഡ് ഉപയോഗം മാത്രമേ ഏതുകൊണ്ടുള്ളൂ? ഫിനാൻഷ്യലും ഡിസിഷൻ മേക്ക് ചെയ്യാനൊന്നും പറ്റില്ല. ഓൾറെഡി കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഇനി അടുത്ത കൊല്ലത്തേക്ക് എന്ത് വേണമെന്നൊക്കെ എവിടെ പറ്റും? കോസ്റ്റിങ്ങിൽ. അടുത്ത കൊല്ലത്തേക്ക് എന്ത് വേണം എന്ന് തീരുമാനിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് എന്ത്? ബഡ്ജറ്റിങ് എവിടെ പറ്റൂല? ഫിനാൻഷ്യലിൽ പറ്റില്ല. അടുത്തേതാ? ഹിസ്റ്റോറിക്കൽ ഇൻ നാച്ചർ. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, അത് ഏതിൻ്റെ ഒരു ഡ്രോബാക്കാണ്? ഫിനാൻഷ്യൽ. പക്ഷെ ഇവിടെ ബോത്ത് ഹിസ്റ്റോറിക്കൽ എടുക്കും. കോസ്റ്റിങ്ങിൽ ഹിസ്റ്റോറിക്കൽ വേണ്ടേ? വേണം. പ്ലസ് ഏതുണ്ടാവും? ഫ്യൂച്ചറുണ്ടാവും. യൂണിഫോമിറ്റി ഉണ്ടാവും എവിടെ? ഫിനാൻഷ്യലിൽ. പക്ഷെ നോ യൂണിഫോമിറ്റി. ആ ഒരു പ്രശ്നം. അഥവാ ഫോർമാറ്റ് ഇന്ന ഫോർമാറ്റിൽ തന്നെ. ഇപ്പോൾ ട്രേഡിംഗ് P&L അക്കൗണ്ട് ഒരു ഫോർമാറ്റില്ലേ? കമ്പനിയുടെ അക്കൗണ്ട് നിങ്ങൾ പഠിക്കുമ്പോൾ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ട്? ഒരു ഫോർമാറ്റ് ഉണ്ട്. ഓക്കെ അല്ലേ? ആ ഫോർമാറ്റിൽ തന്നെ ചെയ്യണം ഫിനാൻഷ്യൽ. ഇപ്പോൾ ബാങ്കിങ് കമ്പനി അതിനൊരു ഫോർമാറ്റാണ്. അതുപോലെ ഇൻഷുറൻസ് ഇല്ലേ? LIC, അതിന് വേറെ ഫോർമാറ്റാണ്. ഇലക്ട്രിസിറ്റി കമ്പനി ഇല്ലേ? KSEB, അവർ വേറെ ഫോർമാറ്റാണ്. അങ്ങനെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് എല്ലാത്തിനും എന്തുണ്ട്? കൃത്യമായ ഫോർമാറ്റുകളുണ്ട്. അങ്ങനെ ഒരു ഫോർമാറ്റ് എവിടെ ഇല്ല? കോസ്റ്റിങ്ങിലില്ല. കോസ്റ്റിങ്ങിൽ ഓരോ ആളുകൾക്ക് അവരുടെ ഇഷ്ടം പോലെ എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്. പക്ഷേ അതിലൊരു പോയിന്റ് ഉണ്ട്, പിന്നെ പറയാം. ഓക്കെ അല്ലേ? ഇപ്പം തന്നെ പറയും. ഇപ്പോൾ പറഞ്ഞാൽ അടുത്ത ടോപ്പിക് എടുക്കും. അപ്പോൾ യൂണിഫോമിറ്റി എവിടെ അധികം ഇല്ല? കോസ്റ്റിങ്ങിൽ. എവിടെ യൂണിഫോമിറ്റി പെർഫെക്റ്റ് ആയിട്ടുണ്ട്? ഫിനാൻഷ്യൽ. അടുത്ത പോയിന്റ് ഏതാ? ഓൺലി മോണിറ്ററി ഐറ്റം കൺസിഡർ ബോത്ത് മോണിറ്ററി ആൻഡ് ഏതാണ്? നോൺ മോണിറ്ററി. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഏതാണ്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പറയാം. മീനിങ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എഴുതി വെക്കാം. എക്സ്റ്റൻഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്റ്റൻഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ട്. ഓക്കെ, വായിക്കല്ലേ? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് ദ അപ്ലിക്കേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ടു ക്രിയേറ്റ്, പ്രൊട്ടക്ട് ആൻഡ് പ്രിസർവ് ആൻഡ് ഇൻക്രീസ് ദ വാല്യൂ ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഫോർ പ്രോഫിറ്റ് ആൻഡ് നോൺ പ്രോഫിറ്റ് എൻ്റർപ്രൈസസ് ഇൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ. കുറേ പോയിൻ്റ് പറയുന്നുണ്ട്. ഇത് എവിടേക്കൊക്കെ അപ്ലിക്കബിളാണ്? പബ്ലിക്കിനും പറ്റും, പ്രൈവറ്റിനും പറ്റും. അപ്പോൾ KSRTCക്കും പറ്റും, റിലയൻസിനും പറ്റും മാനേജ്മെൻറ്റ് അക്കൗണ്ട്. ഇതെന്താ ഇപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം? മാനേജ്മെൻറ്റ് അപ്ലിക്കേഷൻ ഓഫ് പ്രിൻസിപ്പിൾ അക്കൗണ്ടിങ് വേണം അവിടെ. അതേപോലെ ഏതും വേണം? ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് FM എന്ന് പറഞ്ഞൊരു പേപ്പർ ഉണ്ട്. ഇതൊക്കെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് എന്തിനു വേണ്ടിയിട്ട്? ക്രിയേറ്റ്, പ്രൊട്ടക്റ്റ്, പ്രിസർവ് ആൻഡ് ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഫോർ പ്രോഫിറ്റ്. അങ്ങനെ പറഞ്ഞാൽ എന്താ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? എല്ലാ കാലത്തും ഒരേപോലെ പോകാനാണോ ബിസിനസ് സ്ഥാപനം ഇഷ്ടപ്പെടുക? അല്ല. വളർച്ച വേണ്ടേ? വളർച്ച വേണമെങ്കിൽ എന്ത് വേണം? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് വേണം. ഓക്കെയാണോ? അങ്ങനെ പറഞ്ഞാൽ എല്ലാ ബിസിനസ് സ്ഥാപനത്തിലും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് നിർബന്ധമുണ്ടോ? ഇല്ല. ഇറ്റ്സ് എ ഓപ്ഷണൽ. പക്ഷെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താണ്? കമ്പനികളിലൊക്കെ നിർബന്ധമായിട്ടും ഫൈനൽ അക്കൗണ്ട് അവർ എന്ത് ചെയ്യണം? ഉണ്ടാക്കണം. ഇപ്പോൾ GST, ഇൻകം ടാക്സ് ഒക്കെ ആക്ട് പ്രകാരം കൃത്യമായിട്ട് അക്കൗണ്ട്സ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഏത്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്താണ്? ഓപ്ഷണലാണ്. പക്ഷേ ഇറ്റ്സ് എ വൈഡ്. ബിസിനസ്സിൻ്റെ പുരോഗതിക്കും മറ്റും അതാ ഈ ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ഷെയർ ഹോൾഡർ
ഓഫ് പ്രോഫിറ്റ് ആൻഡ് നോൺ. ഈ വാല്യൂ ഓഫ് ഷെയർ ഹോൾഡർ എങ്ങനെ ഇൻക്രീസ് ചെയ്യാം? നല്ലോണം പ്രോഫിറ്റ് കിട്ടിയിട്ടല്ലേ. അപ്പോൾ നല്ലോണം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ആരെക്കൊണ്ട് പറ്റും? മാനേജ്മെൻറ്റ് അക്കൗണ്ടിന് പറ്റും. ഫിനാൻഷ്യൽ അക്കൗണ്ടിനെ കൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ഓൾറെഡി ഉള്ള പ്രോഫിറ്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റെക്കോർഡ് ചെയ്യാനേ പറ്റുള്ളൂ. ഇനി അടുത്ത കൊല്ലം എത്ര പെർഫെക്റ്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാം, എങ്ങനെയൊക്കെ നമുക്ക് എന്തൊക്കെ ചെയ്താൽ എന്ത് ചെയ്യും കാര്യങ്ങൾ സെറ്റാവും എന്നതിനെക്കുറിച്ചുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചെയ്യുന്നതാണ് എന്ത്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് എ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് മാനേജ്മെൻറ്റ്. ഇറ്റ് അസിസ്റ്റ് മാനേജ്മെൻറ്റ് ബൈ പ്രൊവിഷൻ ഓഫ് റെലവൻറ്റ് ഇൻഫർമേഷൻ ഫോർ പ്ലാനിങ് ചെയ്യാനും ഓർഗനൈസിങ്, കൺട്രോളിങ്, ഡിസിഷൻ മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അല്ലേ. അതിനാവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസൊക്കെ ആരാ കൊടുക്കുക? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഇറ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഓക്കെ അല്ലേ. ഇനി ഏത് തമ്മിലുള്ള ഡിഫറൻസ് പറയാൻ പോവാണ്? കോസ്റ്റ് അക്കൗണ്ടിങ്ങിനും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും. കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് ഇറ്റ് റെക്കോർഡ് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റ് ഓൺലി. മറ്റേതാണ് റെക്കോർഡ് ബോത്ത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ഏതാണ് ക്വാണ്ടിറ്റേറ്റീവ്. ഇറ്റ് റെക്കോർഡ് കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് എ പ്രൊഡക്റ്റ് ഓർ പ്രൊവൈഡിങ് സർവീസസ്. ഇപ്പോൾ LIC അവരൊരു സർവീസ് കൊടുക്കുന്നുണ്ട് വിചാരിക്കുക. ബാങ്ക് ഒരു സർവീസ് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഒരു പൈസ ഫിക്സ് ചെയ്യാൻ പറ്റും. അല്ല, ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ബിസ്ക്കറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന പാർലേജി, അവർക്ക് അവരുടെ ബിസ്ക്കറ്റ് എത്രയാണ് കോസ്റ്റ് വന്നതെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് കോസ്റ്റിംഗ് ഉപയോഗിക്കുക എന്നല്ല നമ്മൾ പറഞ്ഞാണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ എന്ത്? ഇറ്റ് പ്രൊവൈഡ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ്, പ്ലാനിങ് ആൻഡ് കോർഡിനേഷൻ. അടുത്ത പോയിൻ്റ് ഏതാ? ഓൺലി ഡീൽ വിത്ത് കോസ്റ്റ് അസർടൈൻമെൻ്റ് ആണ്. ഇറ്റ് ഈസ് വൈഡർ ഇൻ സ്കോപ്പ്. ഇറ്റ് ഇൻക്ലൂഡിങ് ദ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ബഡ്ജറ്റിംഗ്, ടാക്സേഷൻ, പ്ലാനിങ് എക്സെട്ര. അടുത്ത് ഇറ്റ്സ് യൂസ് ബോത്ത് ദ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ഫിഗർ. ഇറ്റ് ഫോക്കസ് വിത്ത് പ്രൊജക്ഷൻ ഓഫ് ഫ്യൂച്ചർ. ഇവിടെ രണ്ടുമുണ്ട്, നമ്മൾ പറഞ്ഞാണ് പാസ്റ്റും ഇതുണ്ട്. ഇവർ പാസ്റ്റ് ബേസ് ചെയ്തിട്ട് ഇവരെ എന്താണ് പ്രഡിക്റ്റ് ചെയ്യാൻ പോകുന്നത്? ഫ്യൂച്ചറിനെയാണ് എന്ത് ചെയ്യുന്നത്? പ്രഡിക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ് ഡെവലപ്പ് ഇൻ റിലേറ്റിംഗ് ടു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഇറ്റ് ഡെവലപ്പ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ നീഡ് ഓഫ് മോഡേൺ ബിസിനസ് വേൾഡ്. ഞാൻ പറഞ്ഞു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്നൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ സെക്കൻഡ് വേൾഡ് വാർ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇത് ഏതാണ്? മോഡേൺ ബിസിനസ്സിന് എന്ത് ചെയ്യണം? കോമ്പറ്റീറ്റീവ് വേൾഡിൽ പിടിച്ചെടുക്കണമെങ്കിൽ ഏത് വേണം? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് വേണം. സത്യത്തിൽ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറയാൻ പറ്റില്ല. കാരണം രണ്ടും ഒന്നല്ലേ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിനെ എക്സ്റ്റെൻഡ് ചെയ്തതല്ലേ കോസ്റ്റിനെ എക്സ്റ്റെൻഡ് ചെയ്തല്ലേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഓക്കെ അല്ലേ? യെസ്. പക്ഷെ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു അവർ പറയും. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഏതാ? ഇമ്പോർട്ടൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഏതാ? ഇമ്പോർട്ടൻറ്റ് ടു മാനേജ്മെൻറ്റ്, ഇമ്പോർട്ടൻറ്റ് ടു വർക്കേഴ്സ്. പലർക്കും മാനേജ്മെൻറ്റ് എങ്ങനെ ഇമ്പോർട്ടൻ്റ് ആവാം? ക്ലാസിഫിക്കേഷൻ ആൻഡ് സബ് ഡിവിഷൻസ് ഓഫ് കോസ്റ്റ് ക്ലാസിഫൈ ഇന്നലെ നമ്മൾ ചെയ്തില്ലേ? മെറ്റീരിയൽ ലേബർ എന്ന്. അതിന് കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ടെങ്കിലല്ലേ അപ്പോൾ നടക്കുള്ളൂ. ഇതിനടുത്ത് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർഹെഡ് അല്ലേ. ഞാൻ പറഞ്ഞു ഒരിക്കൽ വൺസ് എന്ത് ചെയ്യാണ്? കോസ്റ്റ് അസർട്ടൈൻ ചെയ്ത് അടുത്ത പണി എന്താ? എല്ലാ തവണയും പ്രൊഡക്ഷൻ നടത്തുമ്പോൾ കോസ്റ്റ് അസർട്ടൈൻ ചെയ്ത് വെക്കണോ? വേണ്ട. കോസ്റ്റ് അസർട്ടൈൻ ചെയ്താൽ മാത്രം പോരാ, അതിനെന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. അപ്പോൾ കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ മെറ്റീരിയലിനെ കുറിച്ചും ലേബറിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽസൊക്കെ കിട്ടണം. അതൊക്കെ ആര് പ്രൊവൈഡ് ചെയ്യുന്നതാണ്? കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ പ്രൈസ് ഡിറ്റർമിനേഷൻ എന്നല്ല പറഞ്ഞല്ലേ, കോസ്റ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ. കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഏതാണ്? പിന്നെ ബിസിനസ് പോളിസി ഉണ്ടാക്കാൻ, സ്റ്റാൻഡേർഡ് ഓഫ് മെഷറിംഗ് ദ എഫിഷ്യൻസി, ബെസ്റ്റ് യൂസ് ഓഫ് ലിമിറ്റഡ് റിസോഴ്സസ്, സ്പെഷ്യൽ ഫാക്ടേഴ്സ്. ഓക്കെ, പഠിക്കാം. ദെൻ അടുത്തേതാണ്? ഇമ്പോർട്ടൻസ് ടു വർക്കേഴ്സ്, ഇമ്പോർട്ടൻസ് ടു ക്രെഡിറ്റേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ഇമ്പോർട്ടൻറ്റ് ടു ഗവൺമെൻറ്, ഇമ്പോർട്ടൻസ് ജനറൽ പബ്ലിക്. പലർക്കും പലതരത്തിലുള്ള ഗുണങ്ങളും ആര് നൽകുന്നുണ്ട്? കോസ്റ്റ് അക്കൗണ്ടിങ് നൽകുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇറ്റ്സ് നോട്ട് മച്ച് മോർ ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വായിച്ചു പോകണം. അടുത്ത സ്കോപ്പ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. നമ്മളിതിൽ പല പോയിന്റുകളും പറഞ്ഞതാണ്. ഫസ്റ്റ് വൺ ഏതാണ്? കോസ്റ്റിംഗ്. എന്താണ് കോസ്റ്റിംഗ്? വായിക്കും. കോസ്റ്റിംഗ് ഈസ് ദ ടെക്നിക് ആൻഡ് പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഇറ്റ് ഈസ് ബിഗിൻ വിത്ത് ദ റെക്കോർഡിംഗ് ഓഫ് എക്സ്പെൻഡിച്ചർ ആൻഡ് എൻഡ് വിത്ത് പ്രിപ്പറേഷൻ ഓഫ് ദ പീരിയോഡിക് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ട് ഫോർ അസർട്ടൈനിങ് ആൻഡ് കൺട്രോളിംഗ് കോസ്റ്റ്. ഇവിടെ ആര് കയറി വരും? കൺട്രോളിംഗ് കയറി വരും. ഓക്കെ അല്ലേ? ഇതിനടുത്തതാണ് കോസ്റ്റ് അനാലിസിസ് ആണ് പറയുന്നത്. എന്താ? അനലൈസ് ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ വേരിയൻസ് ഇൻ ആക്ച്വൽ കോസ്റ്റ് ഫോർ ദ ബഡ്ജറ്റഡ് കോസ്റ്റ്. അത് എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാം. ഫോർ എക്സാമ്പിൾ ശ്രദ്ധിക്കാം. 2026 നമ്മൾ ബഡ്ജറ്റ് ചെയ്യാൻ പോകുന്ന പ്രോഫിറ്റ്, ബഡ്ജറ്റഡ് പ്രോഫിറ്റ് മേ ബി 10 ലക്ഷം. ഇനി ആക്ച്വൽ പ്രോഫിറ്റ് വരും എന്നാ? ബഡ്ജറ്റ് ചെയ്യുന്ന എന്നാവും? 1/1/2026 വിചാരിക്കുക. ബിഗിനിങ് ഓഫ് ദ പീരീഡ് അല്ലേ ബഡ്ജറ്റ് ചെയ്യാം. എന്നിട്ട് ആക്ച്വൽ വന്നത് 31/12/2026 എന്ത് ചെയ്ത്? ആക്ച്വൽ കിട്ടിയ പ്രോഫിറ്റ് 8 ലക്ഷം ഉള്ളൂ. അപ്പോൾ 2 ലക്ഷം രൂപ കുറവില്ലേ?
പ്രതീക്ഷിച്ചതിനേക്കാൾ. ഇതെന്തുകൊണ്ട് എന്നുള്ളത് അനലൈസ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? കോസ്റ്റ് അനലൈസിങ്. ഞാൻ പറഞ്ഞല്ലോ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ് ഇതിന് ഉപയോഗിക്കുക. നോട്ട് ചെയ്യുക, ഏതാ ഉപയോഗിക്കുക? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. യൂസിങ്, ഇങ്ങനെ എഴുതിയാൽ മതി, യൂസിങ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ടെക്നിക്. എഴുതി വെക്കാം, യൂസിങ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ടെക്നിക്. അപ്പോൾ കോസ്റ്റ് അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് മക്കളെ? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ടെക്നിക്. അടുത്തതാണ് കോസ്റ്റ് കമ്പാരിസൺ. എഴുതി വെച്ചില്ലേ? കോസ്റ്റ് കമ്പാരിസൺ യൂസിങ് ഡിഫറെൻറ്റ് ടെക്നോളജി ഓഫ് പ്രൊഡക്റ്റ്, കോസ്റ്റ് ഓഫ് മേക്കിംഗ് ഡിഫറെൻറ്റ് ആൻഡ് ആക്ടിവിറ്റി ആൻഡ് കോസ്റ്റ് ഓഫ് സെയിം പ്രൊഡക്റ്റ് ടു സെർവ് ഓവർ ദ പീരീഡ് ഓഫ് ടൈം. അതോ കോസ്റ്റ് കമ്പയർ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഇതേ പ്രൊഡക്റ്റ് വേറെ മാർക്കറ്റിൽ പോയിട്ട് ഇതുപോലത്തെ മറ്റു പ്രൊഡക്റ്റുകൾ മേടിച്ചിട്ട് അതിൻ്റെ കോസ്റ്റ് കമ്പയർ ചെയ്യാനൊക്കെ പറ്റില്ലേ? ദെൻ കൺട്രോൾ ചെയ്യുക, കോസ്റ്റ് ചെയ്ത് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക. എന്താ? ഫോർ മാനേജ്മെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് ലെവൽ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ കോസ്റ്റിൻ്റെ ഡാറ്റ വെച്ചിട്ടാണ് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുക? പ്ലാൻ ചെയ്യുക, കൺട്രോൾ ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ ദ ഹെൽപ്പ് ഓഫ് പ്ലാനിങ്, കൺട്രോളിങ്, പെർഫോമിങ്, അപ്രൈസൽ, മാനേജർ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കോസ്റ്റ് എന്ത് റിപ്പോർട്ട് കിട്ടണ്ടേ? അടുത്തേതാണ്? സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയിൻസ് ആവും. അതോ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയിൻസ് പറഞ്ഞാൽ എന്താ? ഫോർ എക്സാമ്പിൾ, കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് എന്തുണ്ട്? കോസ്റ്റ് ഓഡിറ്റ് എഴുതി വെക്കുക. കോസ്റ്റ് ഓഡിറ്റ് എന്താ ഉദ്ദേശിച്ചത്? കോസ്റ്റ് ഓഡിറ്റ് മക്കളെ, കോസ്റ്റ് ഓഡിറ്റ് എന്താ? ഫിനാൻഷ്യൽ ഓഡിറ്റ് ഇല്ലേ? 3 ഓഡിറ്റ് പറഞ്ഞിരുന്നില്ലേ? ഏതൊക്കെയാണ്? ഫിനാൻഷ്യൽ ഓഡിറ്റ്, അതിനെ പറയുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് പറയും. പിന്നെ അടുത്തേതാ? കോസ്റ്റ് ഓഡിറ്റ്. പിന്നെ ഏതാ? സെക്രട്ടേറിയൽ ഓഡിറ്റ്. ഏതൊക്കെയാണ്? ഫിനാൻഷ്യൽ ഓഡിറ്റ്, കോസ്റ്റ് ഓഡിറ്റ്. ഫിനാൻഷ്യൽ ഓഡിറ്റ് ചെയ്യുന്ന ആളാരാ? CA. കോസ്റ്റ് ഓഡിറ്റ് ചെയ്യുന്ന ആരാ? സെക്രട്ടേറിയൽ ഓഡിറ്റ് ചെയ്യുന്ന ആരാ? CSA, കമ്പനി സെക്രട്ടറി. ഓക്കെ അല്ലേ? അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്ന നിയമത്താൽ നിർബന്ധമാക്കപ്പെട്ടത്. ഇതാണ് സ്റ്റാറ്റ്യൂട്ടറി. എന്താ? നിയമത്താൽ നിർബന്ധമാക്കപ്പെട്ടത്. ഓക്കെ അല്ലേ? കോസ്റ്റിൻ്റെ ഓഡിറ്റ് എന്താണ്? എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ് കോസ്റ്റ് ഓഡിറ്റ്. കോസ്റ്റ് ഓഡിറ്റ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? ചെയ്യണം. എല്ലാ കമ്പനിയും വേണ്ട ഒരു ലിമിറ്റൊക്കെ പറയുന്നുണ്ട്. ഓക്കെ.
ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ബൈ ഏതാണ്? നോർമാലിറ്റി. ഞാൻ പറഞ്ഞിരുന്നു നോർമൽ കോസ്റ്റും പിന്നെ ഏതാണ്? അബ്നോർമൽ കോസ്റ്റും. ഓർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ ഇപ്പോൾ പറയാം സിമ്പിളായിട്ട്. ഞാൻ തൃശ്ശൂരിൽ നിന്നും കൊണ്ടുവന്നു? TCRൽ നിന്നും 1000 കിലോഗ്രാം തക്കാളി കൊണ്ടുവന്നു. ഓക്കെ അല്ലേ? നിങ്ങൾ കൊടുന്നാലും ഞാൻ കൊടുന്നാലും ഇതിൻ്റെ ഒരു 10% എന്ത് വരും? നോർമൽ ലോസ് വരും. ഓക്കെ അല്ലേ? അങ്ങനെ പറഞ്ഞ് 100 കിലോഗ്രാം എന്ത് വരും? വേസ്റ്റായിട്ട് എത്ര വരുള്ളൂ? 900 കിലോഗ്രാമേ ഔട്ട്പുട്ട് വരുള്ളൂ. ഇത് ഏത് ഔട്ട്പുട്ടാണ്? എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ടാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന എത്രയെന്നാണ് പറയുന്നത്? 900 കിലോഗ്രാം. ഓക്കെയാണോ? അടുത്ത പോയിന്റ്, ആക്ച്വലി 900 കിലോഗ്രാം തന്നെ കിട്ടണമെന്നുണ്ടാ? ഒരു ദിവസം കൊണ്ടുവന്നപ്പോൾ ആക്ച്വലി എത്ര കിട്ടിയത്? 850. അപ്പോൾ ഒരു 50 എക്സ്ട്രാ ലോസ് വന്നില്ലേ? ഇതിനെന്ത് പറയും? അബ്നോർമൽ ലോസ്. ഇതെങ്ങനെ വന്നതാവും? മേ ബി ഡ്യൂ ടു ആക്സിഡൻ്റ് ആവാം. ഏതുകൊണ്ടാവാം? ആക്സിഡൻറ്റ്. ഇങ്ങനെ ആക്സിഡൻറ്റ്, ഫയർ, ഫ്ലഡ് ഇതുകൊണ്ടൊക്കെ വരുന്നതിന് നമ്മൾ എന്ത് പറയും? അബ്നോർമൽ ലോസ് എന്ന് പറയും. ക്ലിയർ? അപ്പോൾ നോർമൽ ലോസ് ഏതേ ഉള്ളൂ? ഒരു ഫിക്സഡ് എമൗണ്ട് പെർസെൻറ്റേജ് ഉണ്ടോ? ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഈ നോർമൽ ലോസ് ഇല്ലേ, ഈ നോർമൽ ലോസിൻ്റെ കോസ്റ്റ് അത് നമുക്ക് എന്തായിട്ട് എടുക്കാം? കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ അതിന് നമുക്ക് വിളിക്കുന്ന പേര് പ്രൊഡക്റ്റ് കോസ്റ്റ് എന്നാണ്. എന്താണ്? പ്രൊഡക്റ്റ് കോസ്റ്റ്. എന്നാൽ അബ്നോർമൽ ലോസിന് നമുക്ക് പ്രൊഡക്റ്റ് കോസ്റ്റ് എന്നല്ല, അതിനെ പീരിയഡ് കോസ്റ്റ് എന്ന് പറയാം. എന്താ പറയുക? പീരിയഡ് കോസ്റ്റ്. ഇനി നമുക്ക് തിയറി വായിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ ഇനി വേണമെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഈ എക്സാമ്പിളുകളൊക്കെ പിന്നെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, ദെൻ നമുക്ക് നോക്കി നോക്ക്. നോർമൽ കോസ്റ്റ് എന്താണ്? വായിക്കുക. കോസ്റ്റ് വിച്ച് ഈസ് നോർമലി ഇൻകേർഡ് അറ്റ് എ ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. കോസ്റ്റ് വിച്ച് ഈസ് നോട്ട് നോർമലി ഇൻക്ലൂഡ് അറ്റ് ദ ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഇറ്റ് ഈസ് നോട്ട് ട്രീറ്റഡ് എ പാർട്ട് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇറ്റ് ഈസ് ചാർജ് ടു എവിടേക്കാം? കോസ്റ്റിംഗ് PNL. എന്നാൽ ഇതെവിടേക്കാണ് ചാർജ് ചെയ്യാം? കോസ്റ്റ് ഷീറ്റിലേക്ക്. അപ്പോൾ ഇതെവിടെ കാണിക്കും? പാർട്ട് ഓഫ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോസ്റ്റ് ഷീറ്റിലാണ് ഇത് കാണിക്കുക. ഓക്കെ അല്ലേ? ഇതെവിടെ കാണിക്കുക? PNL അക്കൗണ്ടിൽ. ക്ലിയർ? ഈ നോർമൽ കോസ്റ്റിന് നമുക്ക് പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് പറയാം. എഴുതി വെച്ചോ, പ്രൊഡക്റ്റ് കോസ്റ്റ്. അബ്നോർമൽ ഏതാ? പീരിയഡ് കോസ്റ്റ്. ഒന്ന് പ്രൊഡക്റ്റ് കോസ്റ്റും പിന്നെ ഏതാ? പീരിയഡ് കോസ്റ്റ്. ഓക്കെ അല്ലേ? വൈകിയല്ലേ? കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ റിക്വയർഡ് ആസ് പെർ ദ സ്റ്റാൻഡേർഡ്. കോസ്റ്റ് ഓഫ് അബ്നോർമൽ മെറ്റീരിയൽ ലോസ്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസ് ഓഫ് കൺട്രോളബിലിറ്റി. ഏതാ? കൺട്രോളബിൾ കോസ്റ്റും പിന്നെ ഏതാണ്? ഇവിടെ ഇതൊന്ന് മാറിയിട്ടുണ്ട്. കൺട്രോളബിളും പിന്നെ ഇത് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതാ നോൺ കൺട്രോളബിൾ കോസ്റ്റാണ്. കൺട്രോളബിൾ കോസ്റ്റ് പറയുമ്പോൾ ഓൾ വേരിയബിൾ കോസ്റ്റ് ആർ ഏതാണ്? കൺട്രോളബിൾ. ഓൾ ഫിക്സ്ഡ് കോസ്റ്റ് ആർ ഏതാ? നോൺ കൺട്രോളബിൾ കോസ്റ്റ്. നോൺ കൺട്രോളബിൾ ബൈ ദ മാനേജ്മെൻറ്റ്. അപ്പോൾ സിമ്പിളാണ് പരിപാടി. ഫിക്സഡും വേരിയബിളാണ് ഉദ്ദേശിച്ചുള്ളത്. പക്ഷെ ഒരു വേറെ പെർസ്പെക്റ്റീവ് പറയുമ്പോൾ എന്താ? കൺട്രോളബിൾ പിന്നെ ഏതാ? നോൺ കൺട്രോളബിൾ. കൺട്രോളബിൾ എല്ലാ വേരിയബിൾ കോസ്റ്റ് ഏതാണ്? കൺട്രോളബിൾ ആണ്. എല്ലാ ഫിക്സഡ് കോസ്റ്റ് ഏതാണ്? നോൺ കൺട്രോളബിൾ ആണ്. മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് പഠിച്ചല്ലേ? ഓക്കെ അല്ലേ? ഏതൊക്കെയാണ്? ജോബ് എവിടെയൊക്കെ അപ്ലിക്കബിൾ ആവുമെന്ന് വായിച്ചോ. എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രി, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി, ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രി, ഫർണിച്ചർ, മെഷീൻ, ഓട്ടോമൊബൈൽ. ബാച്ച് എവിടെയാണ്? റെഡിമെയ്ഡ് ഗാർമെൻറ്റ്, ഫാർമസ്യൂട്ടിക്കൽ, ടോയ്സ്, സ്പെയർ അല്ലേ? ജോബ് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? നോട്ട് ചെയ്തോ. സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ്. കസ്റ്റമറുടെ സ്പെസിഫിക്കേഷൻ വെച്ചിട്ടാണ്. ആസ് പെർ എഴുതി വെക്കുക. ആസ് പെർ കസ്റ്റമർ സ്പെസിഫിക്കേഷൻ. കസ്റ്റമറുടെ സ്പെസിഫിക്കേഷൻ ഇല്ലേ, അത് വെച്ചിട്ടാണ് ഏതുണ്ടാവുക? ജോബ് കോസ്റ്റിംഗ് ഉണ്ടാവുക. ഓക്കെയാണോ? പിടുത്തം കിട്ടിയ മക്കളെ? അടുത്ത ബാച്ച് അറിയാലോ. ബാച്ചായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. 1000 യൂണിറ്റ് ആയിട്ട്, 2000 യൂണിറ്റ് അങ്ങനെ ബാച്ചായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. പെട്ടെന്ന് തീർക്കാം. നോക്കൂ. കോൺട്രാക്റ്റ് എവിടെ അപ്ലിക്കബിൾ ആയിട്ടുള്ളതാ? കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? റോഡ് വരാം, ബ്രിഡ്ജ് വരാം, എന്തും വരാം. പ്രോസസ് കോസ്റ്റിംഗ് എവിടെ? പേപ്പർ, കെമിക്കൽ, ഷുഗർ, ക്രൂഡ് ഓയിൽ അല്ലേ? ടെക്സ്റ്റൈൽസ്. ഇനി അവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യും? സിമൻറ്റ് ഒക്കെ എഴുതാം. ഓക്കെ, അതിലുള്ള മതി. ജോയിൻറ്റ് പ്രൊഡക്റ്റ്, ബൈ പ്രൊഡക്റ്റ് ഇതിൻ്റെ ഇടയിൽ വരുന്നല്ലേ? എന്താ ഉദ്ദേശിച്ചറിയോ? അപ്പോഴ്സ്മെൻറ്റ് ഓഫ് ജോയിൻറ്റ് കോസ്റ്റ് എമംഗ് ദ ജോയിൻറ്റ് പ്രൊഡക്റ്റ്. ഓക്കെ അല്ലേ? ചെറിയൊരു എക്സാമ്പിൾ പറയട്ടെ, ഒന്ന് ശ്രദ്ധിക്കും നിങ്ങൾ. ക്രൂഡ് ഓയിൽ സി ഉദ്ദേശിച്ച് ക്രൂഡ് ഓയിൽ. ഇതിനാണ് നിങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കുക? പെട്രോൾ ഉണ്ടാക്കുക, പിന്നെ ഡീസൽ ഉണ്ടാക്കുക, കെറോസിൻ ഉണ്ടാക്കുക. ഇതൊക്കെ ഇതിൽ നിന്നല്ലേ? അല്ലേ?
ഈ പെട്രോൾ, ഡീസൽ, കെറോസിൻ ഇതിനെ പറയുന്ന പേരാണ് ജോയിൻറ്റ് പ്രൊഡക്റ്റ്. ഓക്കെ അല്ലേ? ഒരു പ്രത്യേകത ഉണ്ട്, ഇതൊക്കെ ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെ എന്തായിരിക്കും, സെയിം പ്രോസസ്സ് ആവും. പിന്നെയാണ് അവിടുന്ന് എന്താവുക, ഡൈവേർട്ട് ചെയ്യുക. ആ പർട്ടിക്കുലർ പോയിന്റിൻ്റെ പേരാണെന്ത്, സ്പ്ലിറ്റ് ഓഫ് പോയിന്റ്. എന്താ പറയുക, സ്പ്ലിറ്റ് ഓഫ് പോയിന്റ്. ആ സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് വരെയുള്ള കോസ്റ്റിൻ്റെ പേരാണെന്ത്, ജോയിൻറ്റ് കോസ്റ്റ്. ഈ ജോയിൻറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിലെന്തൊക്കെ വരും, മെറ്റീരിയൽ ഉണ്ടാവും, ലേബർ ഉണ്ടാവും, ഓവർ ഹെഡ് ഉണ്ടാവും. മനസ്സിലായ? അപ്പോൾ ഈ ജോയിൻറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 10 ലക്ഷം റുപ്യ വന്നു ജോയിൻറ്റ് കോസ്റ്റ്. ഇത് എന്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, പെട്രോളും ഡീസലും കെറോസിൻ. അപ്പോൾ ഈ 10 ലക്ഷത്തിൽ പെട്രോളിന് എത്രയേ, ഡീസലിന് എത്രയേ, കെറോസിന് എത്രയേ എന്നുള്ള അപ്പോർഷൻ ചെയ്യണ്ടേ? അതാണ് ഈ ടോപ്പിക്ക്. ഓക്കെ അല്ല? മനസ്സിലാവോ? അപ്പോൾ ഏത് മനസ്സിലായി, പ്രൊഡക്റ്റ് മനസ്സിലായി, ജോയിൻറ്റ് കോസ്റ്റ് മനസ്സിലായി. ഞാൻ തീരെ ഒന്നുകൂടെ വായിച്ചു നോക്ക്. അപ്പോഴ്സ്മെൻറ്റ് ഓഫ് ജോയിൻറ്റ് കോസ്റ്റ്. നമ്മുടെ എക്സാമ്പിളിൽ 10 ലക്ഷം. ജോയിൻറ്റ് പ്രൊഡക്റ്റ് പറയുമ്പോൾ പെട്രോള്, ഡീസല്, കെറോസിൻ എക്സെട്ര. ഒരു ചാപ്റ്ററാണ്. യെസ്. അടുത്തേതാ, ഓപ്പറേറ്റിംഗ്. എവിടെയൊക്കെ വരുന്നതാണ്, റോഡ്, ട്രാൻസ്പോർട്ട്, ഹോസ്പിറ്റൽ, വാട്ടർ സപ്ലൈ, സിനിമ, ഹോട്ടൽ, ഗ്യാസ്, ക്യാൻറ്റീൻ അഥവാ റെസ്റ്റോറൻറ്റ്. ഓപ്പറേറ്റിംഗ്. യൂണിറ്റ് കോസ്റ്റിംഗ് എവിടെ, സിമെൻറ്റ്, സ്റ്റീൽ, ബ്രിക്ക് മേക്കിംഗ് എക്സെട്ര. ഓക്കെ. ഇതിലൊക്കെ കോമൺ ആയിട്ട് വരുന്നൊരു സാധനമാണെന്ത്, കോസ്റ്റ് ഷീറ്റ്. എവിടെയൊക്കെ വരും, ജോബിൽ, ബാച്ചിൽ, ഓപ്പറേറ്റിങ്ങിൽ, പിന്നെ ഏതാ കൊണ്ട് ആ കോസ്റ്റ് ഷീറ്റ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, പഠിച്ചു. ഇനി നിങ്ങൾ ഓരോ ഇൻ്ററിൽ ഓരോ ചാപ്റ്ററായിട്ട് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കോസ്റ്റ് ഷീറ്റുകൾ അതിൽ എന്ത് ചെയ്യും, പഠിക്കും. ഓക്കെ അല്ലേ? കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് എവിടെ ഏതാന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ആൻസറും അതിൽ തന്നെ ഉണ്ട്, ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഇതവിടെ ഇങ്ങനെ കുറച്ച് പെപ്പ് 6 ഉണ്ട. ഹോട്ടൽ, ടോയ് മേക്കിംഗ്, സ്റ്റീൽ, ഷിപ്പ് ബിൽഡിംഗ്. ഹോട്ടലിലേതാ, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ടോയിലേതാ, ബാച്ച് കോസ്റ്റിംഗ്. അതിൽ യൂണിറ്റ് എന്ന് പറയാൻ കാരണം എന്താ, ഒരു ടോയ് ആയിട്ട് ചിലപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതേതായി, യൂണിറ്റായി. ഒരു 100 ഉണ്ടായിട്ടാണെങ്കിൽ ഏതായി, ബാച്ചായി. സ്റ്റീലാണെങ്കിൽ ഏതാണ്, പ്രോസസ്സ്. ഷിപ്പ് ബിൽഡിംഗ് ഏതാണെങ്കിൽ കോൺട്രാക്റ്റ്. ഇനി യൂണിറ്റ് ഞാൻ എന്ത് ചെയ്യുക, പറഞ്ഞുതരാം. അതിന് ടോപ്പിക്ക് എടുക്കുന്നുള്ളൂ. ഓക്കെ അല്ലേ? നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്യാം. ഓക്കെ അല്ലേ? ബേസ് ഫോർ സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ കോസ്റ്റിംഗ് മെത്തേഡ്. ഒന്ന് ട്രൈ ചെയ്തു. ഇവിടെ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുക എന്നുള്ളത്. ഇരുപത്താറിനല്ലേ? ഷുഗർ ഏതാ, ഷുഗർ പ്രോസസ്സ്. എഴുതി പോയിക്കോ ഒരുമിച്ച്. പ്രോസസ്സാണ്. ടോയ് മേക്കിംഗ് ഏതാ, ബാച്ച്. അടുത്ത് സ്റ്റീൽ, സിമെൻ്റ് ഏതാ, പ്രോസസ്സ്. ബൈസിക്കിൾ മാനുഫാക്ചറിങ് ഏതാ, ബൈസിക്കിൾ. അതിന് ഒരു സാധനം പുതിയതുണ്ട്, മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്. മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്താ സാർ, മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് അല്ലേ? ഒന്നിൽ അധികം എന്ത് ചെയ്യാണ്, കോസ്റ്റ് യൂണിറ്റുകൾ. ചിലപ്പോൾ അതിൽ ഏതുണ്ടാവും, എക്സാമ്പിൾ ബാച്ചും ഉണ്ടാവും, പിന്നെ ഏതുണ്ടാവും, യൂണിറ്റും ഉണ്ടാവും. മിക്സ് ഓഫ് മോർ ദാൻ 1 മെത്തേഡ് എഴുതുക. മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് പറഞ്ഞെന്താ, മിക്സ് ഓഫ് മോർ ദാൻ 1 മെത്തേഡ്. സ്റ്റീൽ പ്രോസസ്സാണ്. ആ സിമെൻ്റൊക്കെ പ്രോസസ്സ്. ഞാൻ പറഞ്ഞല്ലോ, ഓരോ ബാഗായിട്ട്. എവിടെ പ്രോസസ്സിൽ അതിൽ വെട്ടിക്കോ. വെട്ടിക്കോ. അതിലിപ്പോൾ ഒരു ബാഗായിട്ട് എന്തായാലും ഉണ്ടാക്കാൻ പോണില്ല. അടുത്തേതാ, എയർക്രാഫ്റ്റ് ഏതാ, മൾട്ടിപ്പിളിന് ഉദാഹരണം, മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് ആണ് എയർക്രാഫ്റ്റ്. പ്രിൻറ്റിങ് ഞാനൊരു ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പ്രിൻറ്റിങ് പ്രസ്സിൽ പോവാണ്. അവിടെ വരുന്ന എല്ലാവരും ഓരോരുത്തരെ ഇഷ്ടമനുസരിച്ചാൽ അല്ലല്ലോ, എല്ലാവർക്കും ഒരേപോലെ അല്ലോ വേണ്ടേ, ഓരോരുത്തരെ ആവശ്യം. ജോബ് കോസ്റ്റിംഗ് ആണ്. ഹോസ്പിറ്റൽ ഏതാ, ഓപ്പറേറ്റിംഗ്. ഫാർമസ്യൂട്ടിക്കൽ, ബാച്ച്. ബ്രുവറീസ് ഏതാ, സിംഗിൾ. ക്യാൻറ്റീൻ, ഓപ്പറേറ്റിംഗ്.
ഇതാ തോന്നുന്നു. വേഗം നോക്കുക, നിങ്ങൾ പെട്ടെന്ന് ഫില്ല് ചെയ്യും. ക്യാൻറ്റീൻ ഉണ്ട്. ബിയർ മേക്ക് ചെയ്യണതിനാണ് എന്ത് പറയുന്നത്? ബിവറിന്ന് ബിയർ. ഓക്കെ അല്ലേ? അതിൽ എൻ്റെ ഡൗട്ട് എന്താ വെച്ചാൽ ബിയർ തന്നെയാണോ മറ്റേ സാധനം ഉണ്ടാകുന്നൊക്കെ. ബീവറേജ് എന്ന് പറഞ്ഞാൽ അവിടെ ഇത് മാത്രമല്ലോ കിട്ടിയല്ലേ, ബിയർ മാത്രമല്ലോ എല്ലാം കൂടി. ഹൗസ് ഹോൾഡിങ് ഏതാ? കോൺട്രാക്ട്. റോഡ് ഓപ്പറേറ്റിംഗ്. റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് ഏതാ? ബാച്ച്. സോഫ്റ്റ് ഡ്രിങ്ക് പ്രോസസ്. ഗ്രേറ്റ്. കോൾ ഏതന്നെയാണ്? പ്രോസസ്. ഓയിൽ റിഫൈനറി പ്രോസസ്. ബ്രിക്ക് സിംഗിൾ. ഓക്കെ, സിംഗിൾ ഓരോ ബ്രിക്സ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒരുമിച്ച് ഇതാക്കുമോ? ഇത്രണ്ണം വെച്ചിട്ട് ഇങ്ങനെ സിംഗിൾ അല്ലേ? ഇൻറ്റീരിയർ ഡെക്കറേഷൻ ഏതാ? ജോബ്. ഗ്രേറ്റ്. കോളേജ് ഓപ്പറേഷൻ, എഡ്യൂക്കേഷനൊക്കെ. അഡ്വർടൈസിങ് ഏതന്നെയാണ്? ഓപ്പറേഷൻ. ഓക്കെ അല്ലേ? ഇനി ഏതൊന്നും പറയാം? ജോബൊന്നും പറയാം അല്ലേ? രണ്ടും എഴുതാം. സോപ്പ് ഏതാ? പ്രോസസ്സിങ് അല്ലേ? ഇലക്ട്രിസിറ്റി സപ്ലൈ ഓപ്പറേഷൻ. ഗ്രേറ്റ്. സർവീസ് അല്ലേ? ഫൗണ്ടറീസ് ജോബ്. ഓരോ സാധനം ഉണ്ടാക്കുക. ഫൗണ്ടറീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മെഷീനൊക്കെ ഫൗണ്ട് ചെയ്യാം. ഫൗണ്ടറീസ്. വീഡിയോ ഓഡിയോ മാനുഫാക്ചറിങ്. ജോബ് എന്ന് പറയും ഓപ്പറേറ്റിംഗ് എന്ന് പറഞ്ഞൂടെ? ഓഡിയോ എന്നുള്ളതൊക്കെ. ഓക്കെ അല്ലേ? അതിൽ അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, വീഡിയോ ഓപ്പറേറ്റിങ്ങും വന്ന് ജോബും വന്ന്, അപ്പോൾ അതിന് എന്തെന്ന് പറഞ്ഞാൽ മതി? മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ മതി. അടുത്ത സബ് അസംബ്ലി സാധനങ്ങൾ. ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. അസംബ്ലിങ് മാത്രമേ ഉള്ളൂ, ഏതില്ല? മാനുഫാക്ചറിങ് ഇല്ല. ഓക്കെ അല്ലേ? ഇനി അടുത്ത ടോപ്പിക്ക് നമുക്ക് അറിയുന്നതാണ് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് അല്ലേ? ഏതാ? മാർജിനൽ, സ്റ്റാൻഡേർഡ്, ഡയറക്റ്റ് കോസ്റ്റിംഗ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, യൂണിഫോം കോസ്റ്റിംഗ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്, ബഡ്ജറ്ററി കൺട്രോൾ. ഓക്കെ അല്ലേ? ഞാൻ അതിനെക്കുറിച്ചൊക്കെ ചെറിയ രീതിയിൽ പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വായിച്ചു നോക്കിയാൽ മതി. ഇനി ഞാൻ പ്രധാനപ്പെട്ടൊരു സാധനം പറയണത് കോസ്റ്റ് യൂണിറ്റ്. ഓക്കെ അല്ലേ? വെളിച്ചെണ്ണ കിലോഗ്രാമിലാണ് പറയാം? ആണോ? ലിറ്ററിൽ. കിലോ പറയൂ. പെന്ന് എങ്ങനെ പറയാം? ലിറ്ററിൽ പറയൂ. ഒരു 4 ലിറ്റർ പെന്ന്. എഗ്ഗില്ലേ, മുട്ട, അതെങ്ങനെ പറയാം? 1 കിലോ എന്നാ പറയാം? യൂണിറ്റ്. അങ്ങനെ ഓരോന്നിനും ഓരോന്നില്ലേ? ഡസൻ എന്നൊക്കെ പറയില്ലേ? അതാണ് എന്ത്? കോസ്റ്റ് യൂണിറ്റ്. വളരെ സിമ്പിളാണ്. കോസ്റ്റ് യൂണിറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് ഓഫ് സർവീസ് കോസ്റ്റ് ആർ അസർടൈൻ. ഫോർ എക്സാമ്പിൾ, ബ്രിക്സ് എങ്ങനെ പറയാം? പെർ 1000 ബ്രിക്സ്. പെൻസിൽ എങ്ങനെ? പെർ ഡസൻ. പേപ്പർ ഏതാ? പെർ കിലോഗ്രാം. ഗോൾഡ് ഏതാണ്? പെർ ഗ്രാം. കിലോഗ്രാം എന്ന് പറയുമോ? ഗോൾഡ് ഇല്ല, വിറ്റാവും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ഇതവിടെ അടിപൊളി നെയിം ഓഫ് ഇൻഡസ്ട്രി, പിന്നെ സ്യൂട്ടബിൾ കോസ്റ്റ് യൂണിറ്റ് വന്നിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്ക്. സ്റ്റീൽ മേക്കിംഗ് ഏതാ? കോസ്റ്റ് പെർ ടൺ. പിന്നെ ഷുഗർ ഇൻഡസ്ട്രി കോസ്റ്റ് പെർ ഏതാ? ക്വിൻ്റൽ ടൺ. ടെക്സ്റ്റൈൽസ് എങ്ങനെ പറയാം? 1 മീറ്റർ അല്ലേ? ഡ്രസ്സ് ലിറ്ററിൽ പറയില്ലല്ലോ. സൈക്കിൾ ഇൻഡസ്ട്രി എന്ന കോസ്റ്റ് പെർ സൈക്കിൾ. ഹോസ്പിറ്റൽ ഏതാ? കോസ്റ്റ് പെർ ബെഡ് ഓർ പെർ പേഷ്യൻ്റ്. ടിമ്പർ ആണെങ്കിൽ കോസ്റ്റ് പെർ ഫൂട്ട്. ഫാർമസ്യൂട്ടിക്കൽ കോസ്റ്റ് പെർ സ്ട്രിപ്പ് അല്ലേ? നമ്മൾ ഇതൊക്കെ മേടിക്കാൻ പോകുമ്പോൾ മരുന്ന് എങ്ങനെ? കിലോഗ്രാമിലല്ലല്ലോ, ലിറ്ററിലല്ലോ. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ക്യാൻറ്റീന് കോസ്റ്റ് പെർ മീല് അല്ലേ? അങ്ങനെ ബിൽഡിങ് കോസ്റ്റ് പെർ സ്ക്വയർ ഫീറ്റ്. ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ ഏതാ? സ്ക്വയർ ഫീറ്റ്. റെയിൽവേ ഏതാണ്? പാസഞ്ചർ കിലോമീറ്റർ. അത് നോട്ട് ചെയ്തോ. എഡ്യൂക്കേഷൻ അത് നോക്കി നോക്കും. റെയിൽവേ ഒന്ന് നോട്ട് ചെയ്തോ. കോസ്റ്റ് പെർ പാസഞ്ചർ കിലോമീറ്റർ. എന്താ പറഞ്ഞാൽ ഒരു പാസഞ്ചറിൽ നിന്ന് ട്രെയിനിൽ നിങ്ങൾ കയറിയാൽ ഒരാളാ? നിങ്ങൾ എത്ര ആളാ? 2 ആൾ. അപ്പോൾ 1000 റുപ്യ 2000 അങ്ങനെ മേടിക്കുക അല്ല. നിങ്ങൾ പാസഞ്ചർ നോക്കണം, എത്ര കിലോമീറ്റർ നിങ്ങൾ സഞ്ചരിക്കണം, എവിടേക്കാന്ന് കൂടെ ചോദിക്കില്ലേ? അതുകൊണ്ട് 2, അതിനാണ് മൾട്ടിപ്പിൾ എന്ന് പറയാം. ഓക്കെ അല്ലേ? ഓട്ടോമൊബൈൽ ആണെങ്കിൽ കോസ്റ്റ് പെർ ഐറ്റം. അങ്ങനെ കുറേ സാധനങ്ങൾ. BPO ആണെങ്കിൽ കോസ്റ്റ് പെർ അക്കൗണ്ട് ഹാൻഡിൽ. ക്ലിയർ?
അടുത്ത ടോപ്പിക് ഏതാ പറഞ്ഞത്? കോസ്റ്റ് സെൻറ്റർ പറയും. എന്താണ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുമ്പോൾ? നല്ലോ നോട്ട് ചെയ്യണം കേട്ടോ. കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുമ്പോൾ അത് 3 എണ്ണാവാം. എന്താവാം? ലൊക്കേഷൻ ആവാം, പേഴ്സൺ ആവാം, എക്യുപ്മെൻറ്റ്. നിങ്ങൾ എവിടെയാണോ കോസ്റ്റ് ഇൻക്വയർ ചെയ്യുന്നത് അതാണിത് കോസ്റ്റ് സെൻറ്റർ. ഫോർ എക്സാമ്പിൾ, ഫാക്ടറിയിൽ നിങ്ങൾ ഒരു കോസ്റ്റ് ഇൻക്വയർ ചെയ്താൽ അതേതാണ്? ലൊക്കേഷണൽ കോസ്റ്റ് സെൻറ്ററാണ്. ഓക്കെ അല്ലേ? സെയിൽസിൻ്റെ ഏരിയയിൽ നിങ്ങൾ കോസ്റ്റ് ഇൻക്വയർ ചെയ്താൽ ഏതാണ്? ഇപ്പോൾ റെൻ്റ് കൊടുത്തു, ഫോർ എക്സാമ്പിൾ റെൻ്റ് ഓഫ് ഫാക്ടറി, അത് ഫാക്ടറി എന്നുള്ള ലൊക്കേഷൻ്റെ കോസ്റ്റ്. അതുപോലെ അടുത്ത പേഴ്സൺ, സെയിൽസ്മാന് സാലറി കൊടുത്താൽ ഏതാണ്? പേഴ്സണൽ കോസ്റ്റ് സെൻറ്ററായി. ഡ്രൈവർ ഓഫ് ഡെലിവറി വാൻ പേഴ്സണലായി. ഇക്വിപ്മെൻറ്റ്, മെഷീൻ്റെ മുകളിലും ഡെലിവറി പെട്രോൾ അടിച്ചാൽ അത് ഏതാണ്? ഡെലിവറി വാന് പെട്രോൾ അടിച്ചതാണ് ഇക്വിപ്മെൻറ്റ് കോസ്റ്റ് സെൻറ്റർ. കാര്യം പിടുത്തം കിട്ടിയില്ലേ? ഇപ്പോൾ ഇവിടെ എനിക്ക് ഫാക്കൽറ്റി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ എടുക്കാം പേഴ്സണൽ കോസ്റ്റ് സെൻറ്റർ. ഷാക്കിർ ഒരു ഫാക്കൽറ്റി വരുമ്പോൾ അതിന് എത്ര കോസ്റ്റോ, സ്റ്റുഡൻസിന് എത്ര കോസ്റ്റോ ഒന്ന് വേണമെങ്കിൽ കണ്ടൂടെ? ഇവിടുത്തെ സ്റ്റാഫിന് എത്ര കോസ്റ്റോ ഒന്ന് കണ്ടൂടെ? ഒരു ക്ലാസ് റൂമിൽ എന്തൊക്കെ കോസ്റ്റ് വരുന്നു കണ്ടൂടെ? ക്ലാസ് റൂമിൽ കോസ്റ്റ് വരികയാണെങ്കിൽ അതേതായി? ലൊക്കേഷൻ. സ്റ്റുഡൻസിൻ്റെ ഏതാണ്? പേഴ്സണൽ. ഷാവുൽ സാർ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ബൈക്ക് ഉണ്ട്, ആ ബൈക്കിന് വരുന്ന കോസ്റ്റുകൾ ഏതാ? ഇക്വിപ്മെൻറ്റ്. കിട്ടിയില്ലേ? അപ്പോൾ കോസ്റ്റ് സെൻറ്റർ എന്താണെന്ന് വായിച്ചു നോക്കാം. വായിക്കും. കോസ്റ്റ് സെൻറ്റർ ഈസ് എ ലൊക്കേഷൻ, പേഴ്സൺ ഓർ ഇക്വിപ്മെൻറ്റ് ഫോർ വിച്ച് ദ കോസ്റ്റ് മേ ബി അസർട്ടൈൻ ആൻഡ് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ. അടുത്ത കോസ്റ്റ് ഒബ്ജക്റ്റാ മക്കളെ. എന്താ കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്? നിങ്ങൾ എന്ത് പ്രൊഡക്റ്റാണോ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ എന്തിൻ്റെ കോസ്റ്റാണോ നിങ്ങൾക്ക് അസർട്ടൈൻ ചെയ്യേണ്ടത് അതാണ് എന്ത്? കോസ്റ്റ് ഒബ്ജക്റ്റ്. പറയട്ടെ, ഇറ്റ് മീൻസ് എനിത്തിങ് ഫോർ വിച്ച് സെപ്പറേറ്റ് മെഷർമെൻറ്റ് ഓഫ് കോസ്റ്റ് ഈസ് റിക്വയർഡ്. ദാറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ആവാം, അല്ലേ? ഈ 1 to ടോട്ടൽ കോസ്റ്റ്, അഥവാ ഇപ്പോൾ ടാറ്റയുടെ ടിയാഗോ, അതേപോലെ ഏതാണ് നെക്സോണ്, ഇതൊക്കെ അവരുടെ എന്താ മക്കളെ? കോസ്റ്റ് ഒബ്ജക്റ്റുകളാണ്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കുന്നത് ഏതിനാണ്? കോസ്റ്റ് ഒബ്ജക്റ്റിനല്ലേ? ഒരു പ്രൊഡക്റ്റിനല്ലേ നമ്മൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ സർവീസിന്. പിന്നെ അടുത്ത ഏതാണ്? കോസ്റ്റ് റിഡ്യൂസ് ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യുക. നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞൊരു സാധനമാണ്. കോസ്റ്റ് എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക? റിഡക്ഷൻ ചെയ്യുക. എന്താണ്? 1-2 പോയിന്റുകൾ വായിച്ചുകൂടാം. കോസ്റ്റ് കൺട്രോൾ ചെയ്യും, മെയിൻറ്റെയിൻ ദ കോസ്റ്റ് ഇൻ അക്കോർഡിംഗ് വിത്ത് ദ എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റാൻഡേർഡ്. അഥവാ നോക്ക്, ഒരു കമ്പനിയിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻ്റ് ഇല്ലേ, അവരോട് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോൾ എത്ര രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്യേണ്ടത്? 10 റുപ്യ കിലോഗ്രാമിന് വെച്ച് പർച്ചേസ് ചെയ്യണം. അതിന് മുകളിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? കോസ്റ്റ് ചിലവഴിക്കരുത്. ഓക്കെയാണോ? അപ്പോൾ ആ കോസ്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പർച്ചേസ് മാനേജറില്ലേ, അയാൾ എന്തൊക്കെ പണിയെടുക്കുന്നു അതിനെന്ത് പറയും? കോസ്റ്റ് കൺട്രോൾ എന്ന് പറയും. ഓക്കെ അല്ലേ? പക്ഷേ ഈ 10 എല്ലാ കാലവും 10 എടുക്കാൻ പറ്റുമോ? ഇതിന് നമുക്ക് കുറച്ച് വരണ്ടേ? അതിനൊരു 9 ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയും. വായിച്ചാൽ, കോസ്റ്റ് റിഡക്ഷൻ ഈസ് എ കൺസേൺ വിത്ത് റിഡ്യൂസിങ് കോസ്റ്റ്. ഇറ്റ് ചലഞ്ച് ഓൾ ദ സ്റ്റാൻഡേർഡ് ആൻഡ് എൻഡവർ ബെറ്റർ ദം കണ്ടിന്യൂസ്ലി. അഥവാ ചലഞ്ച് ചെയ്യാണ്. 10 സ്റ്റാൻഡേർഡ്, ആ സ്റ്റാൻഡേർഡ് കോസ്റ്റിന് നമുക്ക് എത്ര ആക്കി മാറ്റണം? 9 ആക്കണം. അതിന് എന്തൊക്കെ പണിയെടുക്കണം? അതൊക്കെ എവിടെ വരും? കോസ്റ്റ് റിഡക്ഷൻ. ഇതിൽ ഏറ്റവും ഇലാബറേറ്റ് പരിപാടി ഏതാ? കോസ്റ്റ് റിഡക്ഷനാണ്. ഓക്കെ അല്ലേ? യെസ്. ഇപ്പം എൻ്റെ അടുത്ത് എന്ത് പറയും? എൻ്റെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എന്ത് ചെയ്യണം? പാരൻറ്റ് പറയണത് 1000 റുപ്യ തന്നിട്ട് പറയണത് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 1000-ൻ്റെ ഉള്ളിൽ ഒരു മാസം നിങ്ങളുടെ ബസ്, ഭക്ഷണം ഒക്കെ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. അതാണ് ആ പോയിന്റ്. നിങ്ങൾ ഈ 1000 ഉള്ളത് ഇനി 1000 വേണ്ട, അതിനേക്കാൾ കുറച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വല്ല പരിപാടികളും ചെയ്യണമെങ്കിൽ അതിനെന്ത് പറയും? കോസ്റ്റ് റിഡക്ഷൻ. അത് നിങ്ങൾക്കൊരു ബൈക്ക് മേടിച്ചെന്ന്, നേരെ തിരിച്ചാവുക, ബൈക്ക് മേടിച്ചെന്നിട്ട് എന്ത് ചെയ്ത്, ഇപ്പോൾ ബസ്സിനാണ് നിങ്ങൾ പോകണേ, AC ബസ്, നല്ല പൈസ അല്ലേ? അപ്പോൾ ബൈക്ക് മേടിച്ചെന്നിട്ട് എന്ത് ചെയ്തു? കോസ്റ്റ് എന്ത് ചെയ്തു? റിഡ്യൂസ് ചെയ്തു. 1000 റുപ്യുള്ള കോസ്റ്റ് എത്ര ആക്കി? 800 ആക്കി. ബസ്സിനാണെങ്കിൽ പൈസ എന്ത് ചെയ്യും? കൂടും. നേരെ തിരിച്ചാണ് കേട്ടോ. പക്ഷേ എക്സാമ്പിൾ തൽക്കാലം അത് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി ആ ഒരു പോയിന്റ് വെച്ചിട്ട് ഇതൊന്നും എന്ത് ചെയ്യുക? വായിച്ചുവിടുക. അടുത്തത് എലമെൻറ്റ് ഓഫ് കോസ്റ്റ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ്, ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്. ഓവർ ഹെഡ് എന്ന് പറഞ്ഞതാ പ്രൊഡക്ഷൻ ഓവർ ഹെഡ്, അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. കോസ്റ്റ് ഷീറ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞില്ലല്ലേ. കോസ്റ്റ് ഷീറ്റിനെ കുറിച്ച് 2 വാക്ക് സംസാരിച്ചിട്ട് അവസാനിപ്പിച്ചൂടെ? കഴിഞ്ഞില്ലേ ടോപ്പിക്ക്? കോസ്റ്റ് ഷീറ്റ് എന്താ?
ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോവിങ് ദ വാരിയസ് കോമ്പണൻറ്റ് ഓഫ് ടോട്ടൽ കോസ്റ്റ് ഓഫ് ഔട്ട്പുട്ട് എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഓർ സർവീസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ പെർട്ടിക്കുലർ പീരീഡ്. നമുക്ക് വാരിയസ് കോമ്പോണൻ്റ് ഓഫ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും ഫാക്ടറി ഓവർഹെഡും ഓഫീസ് ഓവർഹെഡും സെല്ലിങ്, അങ്ങനെ ഓരോ കോമ്പോണൻ്റ് ആക്കിയിട്ട് വെച്ചിട്ടില്ലേ, അതന്നെയല്ലേ മുകളിലെ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് എന്ന് പറഞ്ഞത്. അതാണ് ആ കോമ്പോണൻ്റ് ഉദ്ദേശിച്ചത്. പിന്നെ ഇറ്റ് മേ ബി പ്രിപ്പയർഡ് ഓൺ ആക്ച്വൽ ഓർ എസ്റ്റിമേഷൻ. അപ്പോൾ കോസ്റ്റ് ഷീറ്റ് ആക്ച്വൽ ആണോ എസ്റ്റിമേഷൻ ആണോ? രണ്ടും ആവാം. അടുത്ത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഷീറ്റാണ്. അത് ഏത് ബേസ് ചെയ്തിട്ടാണ്? ആക്ച്വൽ ബേസ് ചെയ്തിട്ട്. പ്രിപ്പയർഡ് ഓൺ ദി ബേസ് ഓഫ് ആക്ച്വൽ കോസ്റ്റ് ഓർ ആക്ച്വൽ കോസ്റ്റ് ഹാവ് ബീൻ ഇൻക്ലൂഡ് ടു നോ ദ പ്രൊഡക്റ്റ് വൈസ് പ്രോഫിറ്റ്. ഞാൻ പറഞ്ഞിരുന്നു 5 പ്രൊഡക്റ്റുള്ള ITCക്ക് ഓരോ പ്രൊഡക്റ്റിൻ്റെയും പ്രോഫിറ്റ് സെപ്പറേറ്റ് അറിയാൻ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ആക്ച്വൽ കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കിയാൽ മതി. അടുത്തേതാ? എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ്. എന്തിനാണ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റിൻ്റെ പർപ്പസ്? എടാ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ. ഓക്കെ അല്ലേ? പേർപ്പസ് ആണ്. ഓക്കെ, കോസ്റ്റ് അറിഞ്ഞാലല്ലേ ബാക്കിയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റാൻഡേർഡ്, മാർജിനിൽ, ബഡ്ജറ്റ് എന്ന് പറഞ്ഞ് കോസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള ടെക്നിക്കുകൾ പറഞ്ഞില്ലേ? ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആദ്യം കോസ്റ്റ് അറിയണം. വായിച്ചു വിട്ടാലോ? ഹെൽപ്പ് ഇൻ അസർടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് കാണാൻ പറ്റും. കോസ്റ്റ് കണ്ടാൽ നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടെത്തിക്കൂടെ? അടുത്തത് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റില്ലേ? സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റും. കൊട്ടേഷൻ നമുക്ക് ഏതെങ്കിലും ഒരു ഓർഡർ വരികയാണെങ്കിൽ, ഇപ്പോൾ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്ന ആളുകളാണ്, അവർക്ക് എന്ത് ചെയ്യുന്നു? നമ്മളെന്താ ചെയ്യുക? അവരോട് വന്നിട്ട് പണി തുടങ്ങാനാ പറയാ? ഒരു കൊട്ടേഷൻ തരാൻ പറയില്ലേ? പെയിൻറ്റിങ് ചെയ്യുകയാണെങ്കിൽ കൊട്ടേഷൻ തരാൻ പറയില്ലേ? കൊട്ടേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തുണ്ടാക്കിയാൽ മതി? കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കിയാൽ മതി. പക്ഷെ അത് ആക്ച്വൽ കോസ്റ്റ് ആണോ? അല്ല. ഏതാ? എസ്റ്റിമേറ്റഡ്. ഇത്ര ദിവസത്തെ പണി വരും, ഇത്ര എമൗണ്ട് ഓഫ് ലേബർ വരും, അപ്പോൾ എത്ര എന്ത് വരും? മെറ്റീരിയൽ വരും. അപ്പോൾ ലേബറും മെറ്റീരിയലും കൂടി ടോട്ടൽ ഇത്ര എമൗണ്ട് വരും. കണ്ടോ? ഇതിനടുത്ത് ഫെസിലിറ്റേറ്റ് ദ കമ്പാരിസൺ ഓഫ് ആക്ച്വൽ കോസ്റ്റ് വിത്ത് സ്റ്റാൻഡ്. ഞാൻ പലപ്പോഴും പറഞ്ഞല്ലേ, സ്റ്റാൻഡേർഡ് ഉണ്ടാവും, പിന്നെ ആക്ച്വൽ ഉണ്ടാവും. ഇത് കമ്പയർ ചെയ്താൽ കിട്ടുന്നതിൻ്റെ പേരെന്താ? വാരിയൻസ്. എന്താ പറയുക? വാരിയൻസ്. കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്ങനെ കൺട്രോൾ ചെയ്യുക? എന്തൊക്കെ ഉപയോഗിക്കും? സ്റ്റാൻഡേർഡ്, മാർജിനൽ, ബഡ്ജറ്റിംഗ്. ഇത് 3 ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാം. ഹെൽപ്പ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് എസ്റ്റിമേഷൻ ഓഫ് സബ്മിഷൻ ഓഫ് ടെൻഡർ. ഇവിടെ ഓൾറെഡി പറഞ്ഞ പോയിന്റ് തന്നെയാണ്. എവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ? കൊട്ടേഷൻ തന്നെയാണ് എന്ത്? ടെൻഡർ. ഇവിടെ പറഞ്ഞില്ലേ നമ്മൾ? മുകളിലാണ് പറഞ്ഞു. ഓക്കെ, ടെൻഡർ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ ഏതാ? ഇതെപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുക? അടുത്ത ചോദ്യം ഞാൻ പറഞ്ഞിരുന്നു, മന്ത്ലി വേണമെങ്കിൽ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം, വീക്കിലി പ്രിപ്പയർ ചെയ്യാം, ഇയർലി പ്രിപ്പയർ ചെയ്യാം. ഓക്കെ അല്ലേ? യെസ്. കണ്ടോ? ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് പെർട്ടിക്കുലർ. ഇതുമായി ബന്ധപ്പെട്ട ബാക്കിൽ എന്തുണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ? ഏറ്റവും ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ എല്ലാം ആ മെറ്റീരിയൽ പ്രകാരമുള്ള എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ അല്ലേ? അടിപൊളി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് അതിൽ തന്നെ ഉണ്ട്. കണ്ടോ? നമ്മൾ ഓൾറെഡി പറഞ്ഞു. നേഴ്സിംഗ് ഹോം കണ്ടില്ലേ? ഓരോന്നിൻ്റെ യൂണിറ്റ് ഏതാ, കോസ്റ്റ് യൂണിറ്റ് ഏതാ, അങ്ങനെയുള്ള. ഓക്കെ, പിന്നെ കുറച്ച് MCQs ഉണ്ട്. നിങ്ങൾ വായിച്ച് നോക്കുമല്ലോ അല്ലേ? ഓക്കെ, പ്രാക്ടീസ് ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് പർട്ടിക്കുലർ ടോപ്പിക്. താങ്ക് യു.